കൊടിയ പീഡനം ഈ ഇത് ഡീനിന് അറിയാമായിരുന്നു. അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ അദ്ദേഹം ഈ വീട്ടിൽ വന്നപ്പോൾ വളരെ മാന്യമായിട്ട് നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം അദ്ദേഹം വീട്ടിൽ വരാൻ പേടിയാണെന്ന് മനസ്സിലായത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ വന്ന് ഇവിടെ ആദ്യമേ ചോദിച്ചു അദ്ദേഹം വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. നമ്മൾ പറഞ്ഞ് അദ്ദേഹം ഇവിടെ വരുന്നതിന് നമുക്കെന്ത്, നമ്മൾ അദ്ദേഹത്തിനേക്കാളും മാന്യനാണ്, അദ്ദേഹത്തിന് എപ്പോഴും വേണോ വന്നിട്ട് പോകാം. അദ്ദേഹം ഒരു SIയെയും കൂട്ടിയാണ് ഈ വീട്ടിൽ വന്നു സംസാരിച്ചു മടങ്ങിപ്പോയി. എനിക്കൊരു പറയാനുള്ളത് അല്പം കടുത്തതാണെങ്കിലും സാർ ഒന്ന് ക്ഷമിക്കണം. ഇദ്ദേഹത്തിന് പറ്റിയ പണി VC ആയിട്ടിരിക്കുന്നതല്ല. വേറെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്ത് റോഡിൽ ഇരുത്തി കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും, ആളുകൾ വരുമ്പോൾ ആ ജോലി ചെയ്തു കൊടുത്താൽ മതി. അദ്ദേഹത്തിന് പറ്റിയ ജോലി അതാണ്. ഈ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും കാര്യങ്ങൾ നോക്കാൻ അറിഞ്ഞുകൂടാത്ത അദ്ദേഹത്തിന് എന്തിനാണ് ആ സീറ്റ്? അദ്ദേഹത്തിന് അവിടെ നിന്ന് എടുത്ത് കളയണ്ടേ? അദ്ദേഹത്തിന് ഇത് ആരാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്? ഇത്രയും പൊട്ടനായ ആളിനെ അവിടെ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത്? ഈ കുട്ടികളുടെ ഒരു കാര്യം, അവിടുന്ന് എനിക്കൊരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്ങളെ പണ്ട് മുതൽ ഇവിടെ ഇത് നടക്കുന്നുണ്ട്, റാഗിങ് നടക്കുന്നുണ്ട്. പക്ഷേ ആ റാഗിങ് ഒക്കെ മിതമായ രീതിയിലാണ്. അതൊരു ഡാൻസ് കളിയിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ തീർന്നുകൊണ്ടിരുന്നത് പിന്നെ അത് ക്രൂരമർദ്ദനങ്ങളിലായി. എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കാത്ത ഈ ഒരു പീഡനം ഇന്ന് വരെ നടന്നിട്ടില്ല. ഇയാളുടെ കാലത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഡീനാണ്. അപ്പം ഇയാൾക്ക് അവിടെ ഇരിക്കേണ്ട ഒരു യോഗ്യതയില്ല. അതിനെതിരെ നമ്മൾ VCക്ക് പരാതി കൊടുക്കും. ഇദ്ദേഹത്തിന് അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഈ കാന്തൻ എന്ന് പറയുന്ന ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അത് മുഴുവൻ ടീച്ചർമാരും ഒരു 98% അധ്യാപകരും ഈ SFIയുടെ കരവലയത്തിലാണ്. അവർ തീരുമാനിക്കും അവിടെ എന്ത് ചെയ്യണം. ഞാൻ ഇപ്പോൾ അറിഞ്ഞത് SFI എന്ന് പറയുന്നത് അവിടുത്തെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് അവിടുത്തെ കോടതി എന്നാണ് പറയുന്നത്. അവിടെ SFI തീരുമാനിക്കും എന്ത് ശിക്ഷ കൊടുക്കണമെന്ന്. കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊന്നിരിക്കും. അതാണ് ഇവിടെ നടപ്പിലാക്കിയത്. അവൻ്റെ കഴുത്തിൽ വയറ് മുറുക്കി കൊന്നിട്ടാണ് കെട്ടിത്തൂക്കിയത്. അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഡീനാണ്. അതിൽ ഒരു മാറ്റവുമില്ല. അദ്ദേഹത്തിനെ വിളിച്ച് നല്ല രീതിയിൽ പോലീസ് മുറയിൽ ചോദ്യം ചെയ്താൽ ഇതെല്ലാം തെളിഞ്ഞു വരും. അതിനാർക്കും ധൈര്യമില്ല, ആരും ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇപ്പോൾ എനിക്കറിയാം 3 മണിക്കൂർ, ഒരു ദിവസം 3 മണിക്കൂറോളം നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം ഈ കഴുത്തിലെ മുറിവ് എനിക്ക് വേണ്ടപ്പെട്ട സർജന്മാർ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്തായാലും തൂങ്ങി മരണം വയർ കൊണ്ടുണ്ടായി സംഭവിച്ചതാണ് എന്ന് പലരും പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത്രയും പൈശാചിക മൃഗീയമായ, മൃഗങ്ങളോട് ഉപമിക്കാൻ പാടില്ലാത്ത അവരത് ചെയ്യില്ല. എന്നാൽ ഒരു പരിധിവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആന പോലും ഒരു കൊച്ചു സിംഹത്തെ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനും ആ വിവേചന ബുദ്ധിയുണ്ട്. ഈ വിവേചന ബുദ്ധിയില്ലാത്ത ഈ ക്രിമിനലുകളെ ഈ കോളേജിൽ ആവശ്യമില്ല. ഇത്തരത്തിലുള്ളവരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏകദേശം 28-30 പേര് ഈ ടീമിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ എല്ലാവരും കണ്ടെത്തി ആ കോളേജിൽ നിന്നും പുറത്താക്കുകയും അവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുകയും വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവരെ ഡീബാർ ചെയ്യണം അടിയന്തരം. ആദ്യമായിട്ട് ഡീനിനെ എടുത്ത് കളയണം. എന്നാൽ മാത്രമേ കുട്ടികളെ കളയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ നടപടിയിലോട്ട് പോവുക എന്നതാണ് എനിക്ക് ഈ നിങ്ങളോടൊപ്പം ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഈ നിയമത്തിനോടുകൂടി SFI എന്ന് പറയുന്ന യൂണിറ്റ് ഒറ്റ യൂണിറ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഇത്രയും ശക്തമായിട്ട് ഇത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം അറിയാൻ കഴിഞ്ഞത് അവരുടെ നേതാവ് അവരുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ അതിനകത്തുണ്ട് എന്നാണ് എനിക്കിപ്പോൾ കിട്ടിയൊരു രഹസ്യ വിവരം. അദ്ദേഹം അവിടെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ കമ്മിറ്റി കൂടി മറ്റുള്ള എല്ലാ പ്രൊട്ടക്ഷനും അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് വെളിയിൽ നിന്ന് കിട്ടിയത് ഒരു അറിവ് മാത്രമാണ്. എത്ര സത്യമുണ്ടെന്ന് നിങ്ങൾ മീഡിയക്കാർ കണ്ടെത്തുക. അതാണ് അതിലേക്ക് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഷിജു ഖാൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് SFIക്കാർ ഇതൊന്നും ചെയ്യാറില്ല. SFI എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്നത് ഓരോ കോളേജിലും കയറുന്ന വിദ്യാർത്ഥികൾ ഈ SFIക്കാരല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളവരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ നാട്ടിൽ BJPയോ കോൺഗ്രസോ മറ്റേതെങ്കിലും ഇതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ ഇവിടെ വരുമ്പോൾ, കോളേജിൽ വരുമ്പോൾ SFIക്കാരാവും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം ഏത് അണ്ടനും അടകോടനും വന്നാലും നിങ്ങൾ SFIക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഒരു വ്യക്തതയില്ല. ആരാണ് SFI, എന്താണ് SFI എന്നറിയാത്ത ആളാണ് സംസ്ഥാന നേതാക്കൾ എന്ന് പറയുമ്പോൾ എന്ത് വിരോധാഭാസമാണ്.